പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ സാധാരണ നമ്മൾ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാട്സപ്പിലൂടെയാണ് ഇങ്ങനെ ഷെയർ ചെയ്യാറുള്ളത്. അതപ്പം ദൂരത്തിലുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അടുത്തുള്ള ഒരാൾക്ക് ഒരു മൊബൈലിലേക്ക് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. അത് തന്നെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഷെയർമീ മാതിരിയുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റിൻ്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് ഷെയറിങ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടുത്തുള്ള മൊബൈലിലോട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷെ ഇപ്പം അതേ രീതിയിൽ തന്നെ ഈ ബ്ലൂടൂത്ത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇപ്പം മൊബൈലിൽ നമുക്കുണ്ട്. ക്വിക്ക് ഷെയർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്വിക്ക് ഷെയർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ, പണ്ടൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ തന്നെ മൊബൈൽ അടുത്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഷെയർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ക്വിക്ക് ഷെയർ ഉപയോഗിച്ച് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഒരു മൊബൈൽ, ഇതിൽ ഏതെങ്കിലും ഒരു മൊബൈലിൽ നിന്ന് നമ്മൾ ഒരു മൊബൈലിലോട്ടാണ് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഏത് മൊബൈലിലോട്ടാണോ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് ആ മൊബൈലിൽ നമുക്കൊരു സെറ്റിംഗ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്വിക്ക് ഷെയർ എന്നുള്ളത് ഇത് ഓൺ ചെയ്യണം. ഇതാണ് ക്വിക്ക് ഷെയർ എന്ന് പറയുന്നത്. ഇത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇത് ഓൺ ആവും. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പം ഞാൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്തോണ്ട് ഇവിടെ ക്വിക്ക് ഷെയർ ഇത് കണ്ടില്ലേ, ഇത് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സെറ്റിംഗ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നതന്നെ ഇവിടെയായിട്ട് യുവർ ഡിവൈസ്, കോണ്ടാക്ട്സ്, പിന്നെ എവരി വൺ, ഇങ്ങനെ 3 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കാണുന്ന എവരി വൺ എന്നുള്ള ഈ ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് ഡണ്ണ് കൊടുക്കണം നമുക്ക്. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൊബൈലിൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിവിടെ നമുക്ക് താഴെ വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ മൊബൈലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. നമുക്ക് ആദ്യമേ ഈ മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. ഈ ബ്ലൂടൂത്ത് ഓൺ ചെയ്തതിന് ശേഷം ഈ ലൊക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ചില മൊബൈലിൽ നല്ല ലൊക്കേഷൻ ചിലപ്പോൾ ആവശ്യമായി വരും. അത് ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് ലൊക്കേഷൻ ഓൺ ചെയ്യുവാണ് ആദ്യമേ തന്നെ. ഞാനിത് ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ട് ഈ മൊബൈലിൽ. മറ്റേ മൊബൈലിൽ അതിൻ്റെ ആവശ്യമില്ല, ഇതിൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അതിലോട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ലൊക്കേഷൻ ഇത് കണക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി ഏത് വീഡിയോ എന്താണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അത് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗാലറിയിലോട്ട് പോവുകയാണ്. ഗാലറി പോയതിന് ശേഷം ഇവിടുന്ന് ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് ഈ ഒരു വീഡിയോയും ഈ ഒരു ഫോട്ടോയും ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോ ഒരുവിധം ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴെയായിട്ട് നമുക്ക് ഷെയർ എന്ന് കാണുന്നില്ലേ, ഈ ഷെയർ എന്ന് കാണുന്ന ഇതിലോട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാം. ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെയായിട്ട് ക്വിക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് ടച്ച് ചെയ്യാം നമുക്ക്. അതിൽ ടച്ച് ചെയ്ത ഉടനെ ഇത് കണ്ടല്ലേ, ഇത് നമ്മുടെ മറ്റേ മൊബൈൽ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മൊബൈലിൻ്റെ ഇതിവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. എൻ്റെ പേര് വന്നിട്ടുണ്ട് പ്രകാശ് എന്ന്. ആ മൊബൈലിൻ്റെ പേര് കാണിച്ചിരിക്കുന്നതാണ് പ്രകാശ് ഫോൺ എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് കണ്ടില്ലേ, ഇത് ഇപ്പം നമുക്ക് ഇതിൽ പെയർ ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് കണ്ടല്ലേ, 2 ഫയലിന് കാണിക്കുന്നുണ്ട്. 0% ആണ്, സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായി. എത്ര പെട്ടെന്നാന്ന് നോക്കി, എത്ര പെട്ടെന്ന് ഇത് കണ്ടോ, എത്ര പെട്ടെന്നാ ഇത് കണ്ടോ. 84 കഴിഞ്ഞു, ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഒരു വീഡിയോയും ഒരു ഫോട്ടോയും ഇത്ര പെട്ടെന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ മൊബൈലിലോട്ടാണ് നമ്മൾ ഇത് ഷെയർ ചെയ്ത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ. എൻ്റെ ഗാലറിയിൽ പോവാം. ഇതാണ് വീഡിയോ, ഇതാണ് നമ്മൾ അയച്ച ഫോട്ടോ.
ഓക്കെ, ഇത് രണ്ടും കണ്ടല്ലോ. അപ്പൊ ഇതാണ് ഇത്. ഇത്ര പെട്ടെന്ന് നമുക്ക് ഇത്ര ഈസി ആയിട്ടും ഇത്ര പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു മൊബൈലിൽ നിന്ന് ഒരു മൊബൈലിലോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെറിയ വീഡിയോയും ഫോട്ടോയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ അടുത്ത് തന്നെയുള്ള മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ക്വിക്ക് ഷെയർ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ക്വിക്ക് ഷെയർ ഉപയോഗിച്ചിട്ട് പുതിയ രീതിയിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന രീതി അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിട. നന്ദി, നമസ്കാരം.